അടുത്ത സെക്ഷൻ ഡെറിവേറ്റീവ് ഓഫ് ഫംഗ്ഷൻസ് ഇൻ പാരാമെട്രിക് ഫോം. പാരാമെട്രിക് ഫോം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. നമ്മൾ ഇതുവരെ ചെയ്തത് y is equal to a function of x അല്ലെങ്കിൽ yയും xും കൂടി ഇടകലർന്ന് വരുന്ന ഫംഗ്ഷൻസ് അതിന്റെ ഡെറിവേറ്റീവ് എടുക്കുക എന്നൊക്കെയായിരുന്നു ഇവിടെ ചെയ്തിരുന്നത്. y വന്നാൽ എല്ലാം വിത്ത് റെസ്പെക്ട് ടു എക്സും ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അല്ലെ. അപ്പൊ വിത്ത് റെസ്പെക്ട് ടു എക്സ് വേണമെങ്കിൽ എക്സിലൊരു ഫംഗ്ഷൻ ആയിരിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് എക്സ് വെച്ച് ഡെറിവേറ്റീവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ y is equal to 2x എന്നൊരു ഫംഗ്ഷന് നമ്മൾ dy by dx എടുക്കണമെങ്കിൽ ഈ 2xനകത്ത് x ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. ലൈക്ക് കോൺസ്റ്റന്റ് ആണെങ്കിൽ 0 വരും. dy by dx എത്രയായിരിക്കും? ഇതിനകത്ത് 2 ആണ്, 2 into 1 ആണ് അല്ലെ. അപ്പൊ അതുപോലെ ഇവിടെ പാരാമെട്രിക് ഫോമിൽ തന്നിരിക്കുന്നു, അതായത് yയും xും സെപ്പറേറ്റ് രണ്ട് ഫംഗ്ഷൻസ് ആയിട്ട് തന്നിരിക്കും. അങ്ങനെയാണെങ്കിൽ അവിടുന്ന് അതിനകത്തുനിന്ന് dy by dx തന്നെയാണ് നമുക്ക് അവിടെയും കണ്ടുപിടിക്കേണ്ടത്. ഇതിനകത്തുനിന്ന് എങ്ങനെയാണ് dy by dx കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. വളരെ എളുപ്പമാണ്. നമ്മൾ ഇത്രയും നേരം ചെയ്തുകൊണ്ട് വന്നിരുന്ന അതേപോലെ തന്നെയാണ്. ഒരു ചെറിയ ഒരു കാര്യം കൂടി പഠിച്ചാൽ മതി. അപ്പൊ നമുക്ക് അതൊന്നും ഒരു എക്സാമ്പിൾ വഴി ഒന്ന് ചെയ്തു നോക്കാം. y is equal to 280 എന്നാണ് തന്നിരിക്കുന്നത്. ഇവിടെ t ഒരു വേരിയബിൾ ആണ് അല്ലെ. x is equal to 80 സ്ക്വയർ എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ തരുന്നതിനെയാണ് നമുക്ക് പാരാമെട്രിക് ഫോം എന്ന് വിളിക്കുന്നത്. പാരാമെട്രിക് ഫോമിൽ തന്നിരിക്കുന്നു എന്ന് പറയും. dy by dx ഈ രണ്ട് ഫംഗ്ഷനകത്തു നിന്നും dy by dx കണ്ടുപിടിക്കണം. അപ്പൊ y is equal to 280 ആണ്. നമുക്ക് അവിടെ dy by dx എടുക്കുമ്പോൾ 0 ആയിട്ട് തോന്നാം, പക്ഷെ 0 അല്ല. അപ്പൊ dy by dx y-ക്കകത്തുള്ളത് t വെച്ചിട്ടാണ് അല്ലെ. t ആണ് വേരിയബിൾ, a കോൺസ്റ്റന്റ് ആണ്. a കോൺസ്റ്റന്റ് ആണെന്ന് ക്വസ്റ്റ്യൻ ഇവിടെ പറയും. 280 x is equal to 80 സ്ക്വയർ വേർ a is a കോൺസ്റ്റന്റ്. അപ്പൊ 2 എന്നൊരു കോൺസ്റ്റന്റ്, t ഒരു വേരിയബിൾ ആണ്. അപ്പൊ dy by dx ഇതിനകത്തുനിന്ന് മാത്രം എടുക്കാൻ പറ്റില്ല, നമുക്കിവിടെ dt വെച്ച് ചെയ്യാൻ പറ്റും. അതായത് y-ക്കകത്ത് t കിടക്കുന്നതുകൊണ്ട് ഇതിനെ t വെച്ച് ഡെറിവേറ്റീവ് എടുക്കാൻ പറ്റുള്ളൂ. dy by dt എത്ര വരും? അപ്പൊ 2a കോൺസ്റ്റന്റ് ആണ് അല്ലെ. ടിയുടെ മാത്രം ഡെറിവേറ്റീവ് എടുത്താൽ മതി. ദാറ്റ് ഈസ് 1. dy by dt നമുക്ക് 2a കിട്ടി, അതവിടെ മാറ്റിയിട്ടേക്കണം. പിന്നെ ഈ dx-നകത്തേക്ക് പോകാം. x-നകത്ത് നിന്ന് നമുക്ക് അവിടെയും എന്ത് വെച്ച് ഡെറിവേറ്റീവ് എടുക്കാൻ പറ്റുള്ളൂ? dt വെച്ച്, t വെച്ച് ഡെറിവേറ്റീവ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പം അവിടെയും a എന്ന് പറയുന്ന കോൺസ്റ്റന്റ്, t സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 2t അല്ലെ, 2at. ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് കിട്ടി കഴിഞ്ഞിരിക്കുകയാണ്. dy by dt സെപ്പറേറ്റ് ചെയ്യാം. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇത് രണ്ടും സെപ്പറേറ്റ് ഒന്നും അല്ല. ഈ ഒരു കാര്യം dy by dx എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതിനുവേണ്ടി ഒരു ചെറിയ കാര്യം ഓർത്താൽ മതി. dy by dx is equal to dy by dt the whole divided by dx by dt. അതെങ്ങനെ വന്നത്? dy by dt into dt by dx. ഓക്കെ, dy by dt into dt by dx. ആ dt ക്യാൻസൽ ചെയ്ത് പോകും എന്നൊക്കെ വിചാരിക്കും, പക്ഷെ അങ്ങനെയൊന്നും ക്യാൻസൽ ചെയ്തൊന്നും പോകുന്നില്ല. ഇതിന്റെ ഒരു മീനിങ് ഇങ്ങനെയാണ്. dy by dt യെ dt by dx കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ, അല്ലെങ്കിൽ dy by dt യെ dx by dt കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമ്മുടെ ആൻസർ കിട്ടും, dy by dx കിട്ടും എന്ന് ഓർത്തു വെക്കാം. അപ്പൊ ഈ ഒരു ചെറിയൊരു കാര്യം മാത്രമേ ഉള്ളൂ ഇതിനകത്ത് പുതിയതായിട്ട് പഠിക്കാൻ. ബാക്കിയെല്ലാം നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുന്നതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. സിമ്പിൾ ഡെറിവേറ്റീവ് ആയിരിക്കും ഇതിനകത്ത് ചോദിക്കുന്നത്. അപ്പൊ dy by dx is equal to ഇക്വേഷൻ dy by dt divided by dx by dt. അപ്പൊ നമുക്കൊന്ന് പറയാം. dy by dx ഈ കേസിൽ dy by dt എത്രയാണ്? 2a divided by dx by dt, that is 280. 2a ക്യാൻസൽ ചെയ്ത് പോയി, ആൻസർ ഈസ് 1/t. അപ്പൊ yയും xും t എന്ന വേരിയബിൾ തന്നാൽ അതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു x dy by dx അതും t എന്ന വേരിയബിളിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും. പ്രോബ്ലംസ് ഓരോന്നായിട്ട് ചെയ്യാം. എക്സസൈസ് 5.6ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് dy by dx x is equal to 280 സ്ക്വയർ y is equal to 80 raised to 4. അപ്പൊ നമുക്ക് ഇവിടെ സെപ്പറേറ്റ് ആണ് എടുക്കേണ്ടത് അല്ലെ. dx by dt എന്താണ് വരുന്നത്? 2a എന്നൊരു കോൺസ്റ്റന്റ് ആണ്. 2a into t സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2t. നമ്മളിനി x ആയിട്ട് അങ്ങ് കൺസിഡർ ചെയ്താൽ മതി. വിത്ത് റെസ്പെക്ട് ടു t ആയതുകൊണ്ട് വിത്ത് റെസ്പെക്ട് ടു x വെച്ച് ചെയ്യുന്ന കണക്കങ്ങ് ചെയ്തു പോയാൽ മതി. 2t. അപ്പം ഓക്കെ, 2 into 2 is 480 അല്ലെ. dx by dt യുടെ വാല്യൂ നമുക്ക് കിട്ടിയത് 480 ആണ്. അതുപോലെ തന്നെ dy by y is equal to 80 raised to 4 വെച്ചിട്ട് dy by dt എഴുതാം. dy by dt is equal to a into a കോൺസ്റ്റന്റ് ആണ്. t raised to 4ന്റെ ഡെറിവേറ്റീവ് 4t ക്യൂബ്.
which is equal to 4a എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ് 4a t cube dy by dt. അപ്പോൾ രണ്ടും നമുക്ക് പ്രത്യേകിച്ച് കിട്ടിക്കഴിഞ്ഞു. dy by dt യും കിട്ടിക്കഴിഞ്ഞു, dx by dt യും കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് dy by dx. ക്വസ്റ്റ്യനിൽ അതാണ് ചോദിച്ചിരിക്കുന്നത്. dy by dx is equal to ഇക്വേഷൻ എഴുതണം dy by dt divided by dx by dt. dy by dt എത്രയാണ്? 4a t cube divided by dx by dt. നമ്മൾ കണ്ടുപിടിച്ചത് 4a ഡിവൈഡ് 4at അല്ലേ. ഡിവൈഡ് ചെയ്യുമ്പോൾ 4a ക്യാൻസൽ ചെയ്യും, ഒരു t അങ്ങ് പോകും. ദാറ്റ് ഈസ് ഈക്വൽ ടു t സ്ക്വയർ. അപ്പോൾ dy by dx in this case is equal to t square. അടുത്ത ക്വസ്റ്റ്യൻ, find dy by dx if x is equal to a cos theta, y is equal to b cos theta. ഇവിടെ വേരിയബിൾ തീറ്റ ആണ്, എയും ബിയും ഒക്കെ കോൺസ്റ്റന്റും ആണ്. അപ്പൊ നമുക്ക് ഇവിടെ തീറ്റ വെച്ചിട്ട് വേണം ഡെറിവേറ്റീവ് എടുക്കാൻ. അപ്പൊ dx എക്സ് ഇവിടെ തന്നിട്ടുണ്ട് a cos theta. അപ്പൊ dx by d theta ഏതാണോ വേരിയബിൾ അത് വെച്ചിട്ട് വേണം ഡെറിവേറ്റീവ് എടുക്കാൻ. അപ്പൊ a കോൺസ്റ്റന്റ് ആയതുകൊണ്ട് നമുക്കറിയാം a മാറ്റിയിട്ടു. കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ തീറ്റ. ഡി തീറ്റ ബൈ ഡി എക്സ് ഒന്നും എഴുതണമെന്ന് ചോദിക്കണമെന്ന് എഴുതരുത്, കാര്യം വിത്ത് റെസ്പെക്ട് ടു തീറ്റയാണ്. അപ്പൊ നമ്മൾ മൈനസ് സൈൻ തീറ്റ മാത്രമേ എഴുതുള്ളൂ. ഓക്കെ, അപ്പം വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് എ സൈൻ തീറ്റ. dy by y is equal to b cos theta. അപ്പൊ അവിടെയും y-യെയും നമുക്ക് എന്ത് വെച്ചിട്ട് വേണം ഡെറിവേറ്റീവ് എടുക്കാൻ? തീറ്റ വെച്ചിട്ട് വേണം ഡെറിവേറ്റീവ് എടുക്കാൻ. dy by d theta അത് b കോൺസ്റ്റന്റ് ആണ്. b ഇൻറ്റു കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ തീറ്റ which is equal to minus b sin theta. ഇനി dy by dx എഴുതാം. dy by dx is equal to dy by d theta the whole divided by dx by d theta. dy by d theta എന്ന് പറയുന്നത് മൈനസ് b sin theta ആണ്. അതുപോലെ dx by d theta എന്ന് പറയുന്നത് മൈനസ് a sin theta ആണ്. ക്യാൻസൽ ചെയ്യാനുള്ള ലക്ക് ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ ആൻസർ വരുന്നത് b by a. Next question, find dy by dx if x is equal to sin t, y is equal to cos 2t. അപ്പോൾ ഇവിടെ വേരിയബിൾ t ആണ്. t ആകുമ്പോൾ പ്രത്യേകം നമുക്ക് ഡെറിവേറ്റീവ് എടുക്കണം. dx by dt ആണ് ആദ്യം. dx by dt is equal to sin t യുടെ ഡെറിവേറ്റീവ്. sin t യുടെ ഡെറിവേറ്റീവ് മൈനസ് ഇല്ല, sin t യുടെ ഡെറിവേറ്റീവ് cos t. അതുപോലെ y is equal to cos 2t ആണ്. അപ്പോൾ dy by dt ആണ് നമ്മൾക്ക് എടുക്കേണ്ടത്. cos 2t യുടെ ഡെറിവേറ്റീവ് മൈനസ് sin 2t. ഇനി ടിക്ക് പകരം കൺസിഡർ ചെയ്തത്, അതായത് cos t ആയിരുന്നെങ്കിൽ മൈനസ് sin t ആണ്. ഇവിടെ cos 2t ആണ്. cos 2t ആയതുകൊണ്ട് മൈനസ് sin 2t ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് 2t അല്ലെ. ആ ടിക്ക് പകരം എടുത്തത്, ടി വെച്ചാണ് ഡെറിവേറ്റീവ് എടുക്കുന്നത്. അപ്പൊ ടിക്ക് പകരം ആരാണോ എടുത്തത് അവരുടെ ഡെറിവേറ്റീവ് കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതണം. which is equal to minus sin 2t into 2 minus 2 sin 2t. അപ്പോൾ dy by dt എഴുതി, dx by dt എഴുതി. നമുക്ക് ഇനി dy by dx ന്റെ ഇക്വേഷൻ എഴുതാം. dy by dx is equal to dy by dt the whole divided by dx by dt which is equal to dy by dt എത്രയാണ്? മൈനസ് 2 sin 2t by cos t. നമുക്ക് ഈ sin 2tയെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. sin 2 തീറ്റ is equal to 2 sin theta cos theta. അപ്പോൾ മൈനസ് 2 അങ്ങോട്ട് മാറ്റിയിട്ടു. 2 sin t cos t. ആ sin 2t ആണ് എക്സ്പാൻഡ് ചെയ്ത് എഴുതിയത്. 2 sin t cos t ഡിവൈഡഡ് ബൈ cos t. അപ്പോൾ ഈ cos t ക്യാൻസൽ ആയി പോവും. which is equal to minus 4 sin t which is the required answer. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് dy by dx if x is equal to 4t and y is equal to 4 by t. അപ്പോൾ ഇവിടെയും നമുക്ക് അതുപോലെ തന്നെ ചെയ്യാം. t ആണ് വേരിയബിൾ. dx by dt ആദ്യം എഴുതാം. dx by dt is equal to 4t ആണ് അല്ലെ x. അപ്പോൾ 4 ഇനി മാറ്റിയിട്ടു. t യുടെ ഡെറിവേറ്റീവ് is 1. 4 into 1. അതുപോലെ dy by dt. dy by dt എന്ന് പറയുന്നത് അവിടെയും 4 മാറ്റിയിട്ടു. 1 by t ആണ് വരുന്നത്. 1 by t യുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് മൈനസ് 1 by t സ്ക്വയർ which is equal to minus 4 by t സ്ക്വയർ. രണ്ട് നമുക്ക് കിട്ടി. dy by dx is equal to dy by dt the whole divided by dx by dt. അപ്പോൾ dy by dt എന്ന് പറയുന്നത് മൈനസ് 4 by t സ്ക്വയർ ഡിവൈഡഡ് ബൈ 4. അപ്പോൾ 4 അങ്ങ് ക്യാൻസൽ ചെയ്ത് പോകും. ദാറ്റ് ഈസ് ആൻസർ ഈസ് മൈനസ് 1 by t സ്ക്വയർ.
അപ്പൊ ഈ ക്വസ്റ്റ്യനില് വേരിയബിൾ എന്താണ്? വേരിയബിൾ തീറ്റയാണ്. കോസ് തീറ്റ, കോസ് 2 തീറ്റ, മറ്റേത് സൈൻ തീറ്റ മൈനസ് സൈൻ 2 തീറ്റ. അപ്പൊ ഇനി അത് dx ബൈ ഡി തീറ്റയാണ് കണ്ടുപിടിക്കേണ്ടത്. dx ബൈ ഡി തീറ്റ നമുക്ക് നോക്കാം. ഓരോന്നോരോന്നായിട്ട് രണ്ടെണ്ണം ഉണ്ട്. രണ്ടെണ്ണം മൈനസ് ഇട്ടാണ് തന്നിരിക്കുന്നത്. അപ്പം ഓരോ ടേമിന്റെ ഡെറിവേറ്റീവ് എടുത്താൽ മതി. കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ തീറ്റ മൈനസ് കോസ് 2 തീറ്റയുടേത് എന്താണ്? മൈനസ് സൈൻ 2 തീറ്റ അല്ലെ? തീറ്റയ്ക്ക് പകരം നമ്മൾ കൺസിഡർ ചെയ്തത് 2 തീറ്റയാണ്. അപ്പം ഡി ഓഫ് 2 തീറ്റ. അപ്പൊ ഈ മൈനസ് ഉള്ളത് കൊണ്ടൊരു ബ്രാക്കറ്റ് കൊടുത്തേക്കാം. വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് സൈൻ തീറ്റ. ഈ മൈനസും കൂടി ചേർത്ത് പ്ലസ് ആകും സൈൻ 2 തീറ്റ. ഈ 2 തീറ്റയുടെ ഡെറിവേറ്റീവ് 2 ആണ്. അപ്പൊ 2 നമുക്ക് ഇവിടെ എഴുതണ്ട, ഫസ്റ്റ് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഇവിടെ എഴുതാം 2. ദാറ്റ് ഈസ് മൈനസ് സൈൻ തീറ്റ പ്ലസ് 2 സൈൻ 2 തീറ്റ ആണ് dx ബൈ ഡി തീറ്റ ആയിട്ട് കിട്ടിയത്. ഇതേപോലെ തന്നെ dy ബൈ ഡി തീറ്റയും കണ്ടുപിടിക്കാം. dy ബൈ ഡി തീറ്റ എന്ത് വരും? dy is equal to y is equal to സൈൻ തീറ്റ മൈനസ് സൈൻ 2 തീറ്റ. അപ്പൊ സൈൻ തീറ്റയുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് കോസ് തീറ്റ മൈനസ് സൈൻ 2 തീറ്റയുടെ ഡെറിവേറ്റീവ് സൈൻ 2 തീറ്റയുടെ കോസ് 2 തീറ്റ ആണ്. കോസ് 2 തീറ്റ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് 2 തീറ്റ which is equal to cos theta minus 2 cos 2 theta. Okay. അപ്പോൾ അടുത്തത് dy by dx is equal to dy by d theta divided by dx by d theta which is equal to cos theta minus 2 cos 2 theta divided by മൈനസ് സൈൻ തീറ്റ എന്നുള്ളത് രണ്ടാമതായിട്ട് നമുക്ക് എഴുതാം. ഇങ്ങനെ എഴുതിയാലും പ്രശ്നമൊന്നുമില്ല. 2 സൈൻ 2 തീറ്റ മൈനസ് സൈൻ തീറ്റ. അപ്പൊ ഇതിനകത്ത് നമുക്ക് വേറെ കാൽക്കുലേഷൻ ഒന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഇതുപോലെ തന്നെ ഇട്ടിരുന്നാൽ മതി. എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു തീറ്റ മൈനസ് സൈൻ തീറ്റ. അപ്പൊ ഇവിടെയും വേരിയബിൾ എന്താണ്? തീറ്റയാണ്. അപ്പൊ dx ബൈ ഡി തീറ്റ ആദ്യം നോക്കാം. dx ബൈ ഡി തീറ്റ ഇസ് ഈക്വൽ ടു, അപ്പൊ എ കോൺസ്റ്റന്റ് ആണ്, എ ഇൻറ്റു, ഇനി ആ ബ്രാക്കറ്റിനകത്തുള്ളതിന്റെ ഡെറിവേറ്റീവ് എടുത്താൽ മതി. തീറ്റയുടെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? നമ്മൾ എക്സിന്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? വിത്ത് റെസ്പെക്ട് ടു എക്സ് 1 ആണ്. അപ്പൊ തീറ്റയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഇസ് 1 മൈനസ് സൈൻ തീറ്റയുടെ ഡെറിവേറ്റീവ് കോസ് തീറ്റ. അപ്പൊ ഇത്രയേ ഉള്ളൂ dx ബൈ ഡി തീറ്റ. എന്നത് ഫർദർ കാൽക്കുലേഷൻ ഇല്ല. അതുപോലെ തന്നെ y എടുക്കാം. dy ബൈ ഡി തീറ്റ എന്ന് പറയുന്നത് a ഇൻറ്റു 1ന്റെ ഡെറിവേറ്റീവ് 0 കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ തീറ്റ. അപ്പൊ എന്താണ് ആൻസർ? മൈനസ് എ സൈൻ തീറ്റ. ഇനി dy ബൈ ഡി തീറ്റ ഇസ് ഈക്വൽ ടു dy ബൈ dx ഇസ് ഈക്വൽ ടു dy ബൈ dx ഇസ് ഈക്വൽ ടു dy ബൈ ഡി തീറ്റ ബൈ dx ബൈ ഡി തീറ്റ ഇസ് ഈക്വൽ ടു മൈനസ് എ സൈൻ തീറ്റ ബൈ എ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. അപ്പൊ എയും എയും ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി വരുന്നത് മൈനസ് സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് കോസ് തീറ്റ. അപ്പൊ ആക്ച്വലി നമുക്ക് ഇങ്ങനെ ഇട്ടിരുന്നാൽ മതി ആൻസർ. പക്ഷെ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് എഴുതണം. അതായത് എൻട്രൻസ് പോലുള്ള എക്സാമിനേഷൻ അല്ലെങ്കിൽ നമ്മുടെ വൺ വേർഡ് എക്സാമിനേഷൻ ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതാനുള്ള എക്സാമിനേഷൻ ഒക്കെ നമുക്ക് അതിനകത്ത് വരുന്ന ആൻസർ വേണം നമുക്ക് കിട്ടാൻ അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ മൈനസ് സൈൻ തീറ്റയെ ഒന്ന് മാറ്റി എഴുതാം. മൈനസ് 2 സൈൻ തീറ്റ ബൈ 2 കോസ് തീറ്റ ബൈ 2 എന്ന് എഴുതാം. അപ്പൊ ഇത് നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് അല്ലെ. സൈൻ 2 തീറ്റയുടെ എക്സ്പാൻഷൻ തീറ്റ വരുവാണെങ്കിൽ ബൈ 2 ചേർത്ത് എഴുതാം. സൈൻ 2 തീറ്റ നമുക്കറിയാം 2 സൈൻ തീറ്റ കോസ് തീറ്റ ആണ്. അപ്പൊ ഈ 2 തീറ്റയ്ക്ക് പകരം തീറ്റ ആണെങ്കിൽ 2 സൈൻ തീറ്റ ബൈ 2 ബൈ കോസ് തീറ്റ ബൈ 2 ഇവിടുത്തെ ആംഗിളിന്റെ പകുതിയായിരിക്കും. അപ്പൊ അതുപോലെ തന്നെ താഴെയുള്ള 1 മൈനസ് കോസ് തീറ്റയുടെ കൺസിഡർ ചെയ്യാം, 1 മൈനസ് കോസ് 2 തീറ്റ ആയിട്ട് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 1 മൈനസ് കോസ് 2 തീറ്റ ആയിട്ട് കൺസിഡർ ചെയ്യാണെങ്കിൽ അതിന് പകരം നമുക്ക് 2 സൈൻ സ്ക്വയർ തീറ്റ എഴുതാൻ പറ്റും അല്ലെ. അപ്പൊ ഇവിടെ തീറ്റയാണ് വരുന്നതെങ്കിൽ ഇവിടെ എന്ത് കൊടുക്കണം? ബൈ 2 കൊടുക്കണം. അപ്പൊ 1 മൈനസ് കോസ് തീറ്റയ്ക്ക് പകരം നമുക്ക് എഴുതാൻ സാധിക്കും 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2. 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2. അപ്പൊ ഇവിടുത്തെ ഒരു 2 അങ്ങ് ക്യാൻസൽ ചെയ്ത് പോകും, ഒരു സൈൻ തീറ്റയും ക്യാൻസൽ ചെയ്ത് പോകും. ദാറ്റ് ഈസ് മൈനസ് കോസ് തീറ്റ ബൈ 2 ബൈ സൈൻ തീറ്റ ബൈ 2. മൈനസ് കോസ് തീറ്റ ബൈ 2 ബൈ സൈൻ തീറ്റ ബൈ 2. അപ്പൊ ഇവിടെ ഒരേ ആംഗിൾ തീറ്റ ബൈ 2 കോസ് ബൈ സൈൻ എന്ന് പറയുന്നത് കോട്ടാണ്. മൈനസ് കോട്ട് തീറ്റ ബൈ 2 is the required answer. 7th question. എക്സും വൈയും
കോഷ്യൻ ഫംഗ്ഷൻ ആണ്, അതായത് ഒരു ഫംഗ്ഷൻ ഡിവൈഡ് ബൈ അനദർ ഫംഗ്ഷൻ. അപ്പൊ ടി ആണ് ഇവിടെ വേരിയബിൾ. ടി വെച്ചിട്ട് നമുക്ക് കോഷ്യൻ റൂൾ വെച്ചിട്ട് വേണം ഓരോ ഫംഗ്ഷന്റെയും ഡെറിവേറ്റീവ് എടുക്കാൻ. അപ്പൊ ഡി എക്സ് ബൈ ഡി ടി എന്ന് ആദ്യം നോക്കാം. ഡി എക്സ് ബൈ ഡി ടി, എക്സിന്റെ വാല്യൂ സൈൻ ക്യൂബ് ടി ബൈ റൂട്ട് കോസ് 2t ആണ്. അപ്പൊ നമ്മൾ യു ബൈ വി ഫോമിൽ എഴുതും. യു ബൈ വി ഫോമിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുള്ളത് എന്താണ്? വി സ്ക്വയർ താഴെ വരും അല്ലെ, വി ഡി യു മൈനസ് യു ഡി വി. അപ്പൊ ഇനി നോക്കാം, വി സ്ക്വയർ താഴെ വരുമെങ്കിൽ വി സ്ക്വയർ റൂട്ട് ഡിനോമിനേറ്ററിന്റെ സ്ക്വയർ ആണ് താഴെ. റൂട്ട് ഓഫ് കോസ് 2tയുടെ സ്ക്വയർ, ദാറ്റ് ഈസ് കോസ് 2t. ഇനി ഇവിടെ എന്താണ് വരുന്നത്? ഡിനോമിനേറ്റർ ആണ് വരുന്നത്, ഫസ്റ്റ് വൺ അല്ലെ, വി ഡി യു മൈനസ് യു ഡി വി. വി ഡി യു ആണ്. വി ഡി യു എഴുതുമ്പോൾ റൂട്ട് കോസ് 2t ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ. ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ എന്ന് പറയുമ്പോൾ 3 സൈൻ സ്ക്വയർ ടി ഇൻറ്റു കോസ് ടി. സൈൻ ക്യൂബ് ടിയുടെ ഡെറിവേറ്റീവ് ഡയറക്റ്റ് അങ്ങ് എഴുതിയതാണ്. ടിക്ക് പകരം കൺസിഡർ ചെയ്യുന്നത് സൈൻ ടി ആണ്, അതിന്റെ ക്യൂബ്. അതിന്റെ ടി ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3t സ്ക്വയർ ആണ്. 3t സ്ക്വയർ ആണ് 3 സൈൻ സ്ക്വയർ ടി. ടിക്ക് പകരം കൺസിഡർ ചെയ്തത് സൈൻ ടി ആണ്. അപ്പൊ അതിന്റെ ഡെറിവേറ്റീവ് കൂടെ എഴുതി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ദാറ്റ് ഇസ് ഇൻറ്റു കോസ് ടി. അപ്പൊ ഇത്രയും എഴുതി വെച്ചു. മൈനസ് ഇനിയുണ്ട് യു ഡി വി. യു ഡി വി എന്ന് പറയുമ്പോൾ ന്യൂമറേറ്റർ ഇൻറ്റു സൈൻ ക്യൂബ് ടി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ റൂട്ട് എക്സ്. റൂട്ട് ടിക്കകത്ത് ടിക്ക് പകരം കൺസിഡർ ചെയ്തേക്കുന്നത് കോസ് 2t ആണ്. ദാറ്റ് ഇസ് 1/2 റൂട്ട് എക്സ്, ദാറ്റ് ഇസ് റൂട്ട് കോസ് 2t ഇൻറ്റു കോസ് 2tയുടെ ഡെറിവേറ്റീവ്, ദാറ്റ് ഇസ് മൈനസ് 2 സൈൻ 2t. മൈനസ് ഉള്ളത് കൊണ്ടൊരു ചെറിയ ബ്രാക്കറ്റ്. അപ്പൊ നമുക്ക് ഇതൊന്നും അറേഞ്ച് ചെയ്ത് എഴുതണം. അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ ഇവിടെ അതുപോലെ തന്നെ ഫസ്റ്റ് ടേം കോസ് 2t ഇൻറ്റു 3 സൈൻ സ്ക്വയർ ടി കോസ് ടി മൈനസ് ഇവിടെ ഒരു 2ഉം 2ഉം ക്യാൻസൽ ചെയ്ത് പോകും അല്ലെ. 2ഉം 2ഉം ക്യാൻസൽ ചെയ്ത് ഒരു മൈനസ് ഇങ്ങനെ ഇപ്പുറത്ത് വരുന്നുണ്ട്, പ്ലസ് സൈൻ ക്യൂബ് ടി ഇൻറ്റു സൈൻ 2t divided by root cos 2t, the whole divided by cos 2t. ഇനി നമുക്ക് ഇവിടെ ഒരു ഫ്രാക്ഷൻ കിടക്കുന്നത്, ന്യൂമറേറ്ററിൽ തന്നെ വീണ്ടും ഒരു ഫ്രാക്ഷൻ ആയിട്ട് വന്നു. അപ്പൊ ഇതിനെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ, ഇതിന്റെ താഴെ എന്തുണ്ട്? 1 ഉണ്ട്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുമ്പോൾ ഈ റൂട്ട് കോസ് 2tയെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. അപ്പൊ ആ റൂട്ട് കോസ് 2tയും ഇതിൽ ഈ റൂട്ട് കോസ് 2tയുടെ ചേർന്നിട്ട് ഒരു കോസ് 2t വരും ഇൻറ്റു 3 സൈൻ സ്ക്വയർ ടി കോസ് ടി പ്ലസ് സൈൻ ക്യൂബ് ടി സൈൻ 2t, ദ ഹോൾ ഡിവൈഡഡ് ബൈ. അപ്പൊ ഇവിടെ ഒരു ഡിനോമിനേറ്ററിൽ ഒരു റൂട്ട് കോസ് 2t ഉണ്ട്, അത് ഇങ്ങോട്ടിങ്ങ് പോരും. ദാറ്റ് ഈസ് റൂട്ട് കോസ് 2t ഇൻറ്റു കോസ് 2t. അപ്പൊ ഇതാണ് നമുക്ക് ഡി എക്സ് ബൈ ഡി ടി കിട്ടിയത്. ഇനി ഇതേപോലെ തന്നെ ഡി വൈ ബൈ ഡി ടിയും കൂടി ഒന്ന് എഴുതി നോക്കാം. ഡി വൈ ബൈ ഡി ടി. അപ്പൊ വൈയുടെ ഫംഗ്ഷൻ എന്തായിരുന്നു? വൈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കോസ് ക്യൂബ് ടി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് കോസ് 2t ആയിരുന്നു. അപ്പൊ ഇതേപോലെ തന്നെ ഡിനോമിനേറ്ററിന്റെ സ്ക്വയർ കോസ് 2t, മുകളിൽ വരുന്നത് റൂട്ട് കോസ് 2t ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ 3 കോസ് സ്ക്വയർ ടി ഇൻറ്റു മൈനസ് സൈൻ ടി മൈനസ് റൂട്ട് കോസ് ന്യൂമറേറ്റർ ഇൻറ്റു കോസ് ക്യൂബ് ടി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ 1/2 റൂട്ട് കോസ് 2t ഇൻറ്റു മൈനസ് സൈൻ 2t ഇൻറ്റു 2. ഇതൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം. മൈനസ് റൂട്ട് കോസ് 2t ഇൻറ്റു 3 കോസ് സ്ക്വയർ ടി സൈൻ ടി മൈനസ് ഇവിടുത്തെ ഒരു 2 അങ്ങ് ക്യാൻസൽ ചെയ്ത് പോകും. ഈ മൈനസും കൂടി ചേർന്നിട്ട് പ്ലസ്, ദാറ്റ് ഈസ് കോസ് ക്യൂബ് ടി ഇൻറ്റു സൈൻ 2t ഡിവൈഡഡ് ബൈ റൂട്ട് കോസ് 2t. അപ്പൊ ഏറ്റവും താഴെയുള്ള ഡിനോമിനേറ്റർ അവിടെ ഉണ്ട് കോസ് 2t. അപ്പൊ ഇത് നേരത്തെ ചെയ്ത കണക്ക് ഈ റൂട്ട് കോസ് 2t നമുക്കൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയെടുക്കാം.
വിച്ച് ഇസ് ഈക്വൽ ടു ഈ റൂട്ട് കോസ് 2t അങ്ങോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് കോസ് 2t ഇൻറ്റു 3 കോസ് സ്ക്വയർ ടി സൈൻ ടി പ്ലസ് കോസ് ക്യൂബ് ടി സൈൻ 2t ഡിവൈഡഡ് ബൈ റൂട്ട് കോസ് 2t ഇൻറ്റു കോസ് 2t. അപ്പൊ ഇതാണ് നമുക്ക് dy ബൈ dt കിട്ടിയത്. ഇനി ഇതൊന്ന് ഡിവൈഡ് ചെയ്യണം. dy ബൈ dt ഡിവൈഡ് ബൈ dy ബൈ dx ആണല്ലോ, dx ബൈ dt ആണല്ലോ dy ബൈ dx എന്ന് പറയുന്നത്. അപ്പൊ ആ ഇക്വേഷൻ ഉപയോഗിച്ച് ഇത് ചെയ്തു നോക്കാം. dy ബൈ dx ആണ് നമുക്ക് വേണ്ടത്. ഇസ് ഈക്വൽ ടു dy ബൈ dt ഡിവൈഡഡ് ബൈ dx ബൈ dt. dy ബൈ dt കിട്ടിയത് ഇതാണ്, മൈനസ് കോസ് 2t ഇൻറ്റു 3 കോസ് സ്ക്വയർ ടി സൈൻ ടി പ്ലസ് കോസ് ക്യൂബ് ടി ഇൻറ്റു സൈൻ 2t ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് കോസ് 2t ഇൻറ്റു കോസ് 2t. അതാണ് dy ബൈ dt മാത്രമാണ് ഇപ്പോൾ എഴുതിയത്. ഇനി dx ബൈ dt ഉണ്ട്. dx ബൈ dt എന്താണെന്ന് നോക്കിയൊന്ന് എഴുതുക. 3 സൈൻ സ്ക്വയർ ടി കോസ് ടി കോസ് 2t പ്ലസ് സൈൻ ക്യൂബ് ടി ഇൻറ്റു സൈൻ 2t ഡിവൈഡഡ് ബൈ ഒരേ ഡിനോമിനേറ്റർ തന്നെ, മേളത്തെ ഡിനോമിനേറ്റർ അതുപോലെ തന്നെ താഴെയും വന്നിരിക്കുന്നത് റൂട്ട് ഓഫ് കോസ് 2t ഇൻറ്റു കോസ് 2t. അപ്പോൾ ഒരുപോലെ വന്നിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഈ ഡിനോമിനേറ്റർ അങ്ങ് ക്യാൻസൽ ചെയ്യാം. ഓക്കെ, പിന്നെ ഇത് മാത്രമേ ഉള്ളൂ. ഇത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഇത് മാത്രം എഴുതിയിട്ട് അണ്ടർലൈൻ ചെയ്ത് വെച്ചിരുന്നാലും ആൻസർ കറക്റ്റ് ആണ്. അപ്പം നമുക്ക് കുറച്ചുകൂടി ഒന്ന് സിംപ്ലിഫൈ ചെയ്യണം. ആ സിംപ്ലിഫിക്കേഷൻ ഒന്ന് നോക്കാം. അപ്പം ഇതൊരു ലെങ്തി ആയിട്ട് തോന്നും നമുക്ക്, പക്ഷെ ജസ്റ്റ് മുകളിലത്തെ സ്റ്റെപ്പ് അത് കോപ്പി ചെയ്ത് അത് താഴോട്ട് വെച്ചാൽ മാത്രം മതി. ആ ഡെറിവേറ്റീവ് എടുക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പം നമുക്ക് ഈസി ആയിട്ട് ഇത് ആൻസർ ചെയ്യാം. കാണുമ്പോൾ ഒരു വലിയ ആൻസർ പോലെയൊക്കെ തോന്നും. അങ്ങനെയൊന്നുമില്ല. ഇത് മുമ്പത്തെ സ്റ്റെപ്പിൽ നിന്ന് കറക്റ്റ് ആയിട്ട് നോക്കി അങ്ങ് എഴുതിയാൽ മതി. ഇനി മൈനസ് കോസ് 2t, അപ്പൊ ഈ ആൻസർ ഇങ്ങനെ എഴുതിയിട്ട് നമ്മൾ അറേഞ്ച് ചെയ്യാൻ പോവാണ്. ഈ കോസ് 2t അതുപോലെ സൈൻ 2t ഒക്കെ നമുക്ക് ഈ ഇവിടുത്തെ കോസ് 2t അതുപോലെ ഇവിടുത്തെ സൈൻ 2tക്കൊക്കെ നമുക്ക് ആൻസർ കൊടുക്കാം. അതായത് എക്സ്പാൻഷൻ കൊടുക്കാം. സൈൻ 2tയുടെ എക്സ്പാൻഷൻ അറിയാം, 2 സൈൻ t കോസ് t അല്ലെ. സൈൻ 2 തീറ്റ ഈക്വൽ ടു 2 സൈൻ തീറ്റ കോസ് തീറ്റ. അത് വെച്ചുകൊണ്ട് ഈ സൈൻ 2tയെ മാറ്റാം. അതുപോലെ കോസ് 2tയെ 4 രീതിയിൽ മാറ്റാം. അപ്പൊ നമുക്ക് ഇത് ഏതാണോ വേണ്ടത് എന്നുള്ളത് വെച്ചിട്ട് വേണം മാറ്റാൻ. അപ്പൊ ഈ മാറ്റുന്നതിന് മുൻപ് നമുക്കിത് കോമൺ എടുക്കാൻ പറ്റുമോ നോക്കാം. കോമൺ എടുക്കാൻ ഇവിടെ മാറ്റി കഴിഞ്ഞേ കോമൺ എടുക്കാൻ പറ്റൂ. അപ്പൊ നമുക്ക് മാറ്റി നോക്കാം. അതായത് കോസ് 2tയെ ഈ ഭാഗത്ത് നിന്ന് നമുക്ക് 2 കോസ് സ്ക്വയർ ടി മൈനസ് 1 ആക്കി എഴുതാം. അതുപോലെ ഈ കോസ് 2tയെ നമുക്ക് 1 മൈനസ് 2 സൈൻ സ്ക്വയർ ടി. അപ്പൊ 2 രീതിയിലും എഴുതാം അല്ലെ. അത് എക്സ്പാൻഷൻ. അപ്പൊ ഈ ഇക്വേഷൻസ് ഒക്കെ നല്ല ക്ലിയർ ആയിരിക്കണം. നമ്മളിത് ഫസ്റ്റ് ഇയറിൽ ട്രിഗ്നോമെട്രിയിൽ പഠിച്ച ഇക്വേഷൻസ് ആണ്. കോസ് 2 തീറ്റ ഇസ് ഈക്വൽ ടു 1 മൈനസ് 2 സൈൻ സ്ക്വയർ തീറ്റ. 1 മൈനസ് 2 സൈൻ സ്ക്വയർ തീറ്റ. അതുപോലെ കോസ് 2 തീറ്റയ്ക്ക് തന്നെ വേറൊരെണ്ണം പഠിച്ചത് 2 കോസ് സ്ക്വയർ തീറ്റ മൈനസ് 1. അപ്പൊ ഈ മുകളിലത്തെ അതായത് dy ബൈ dx എഴുതിയപ്പോൾ ഈ കോസ് 2tക്ക് പകരം നമ്മൾ കൊടുക്കുന്നത് 2 കോസ് സ്ക്വയർ ടി മൈനസ് 1 ആണ്. അപ്പൊ അത് എന്താണ് കൊടുക്കുന്നത് എന്നൊക്കെ നോക്കാം. അത് കോമൺ എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. മൈനസ് അവിടെ കിടക്കട്ടെ. കോസ് 2tക്ക് പകരം മാത്രം എഴുതണം 2 കോസ് സ്ക്വയർ തീറ്റ. തീറ്റ അല്ല ടി അല്ലെ. ഇവിടെ വേരിയബിൾ എന്താണ്? ടി ആണ്. കോസ് സ്ക്വയർ ടി മൈനസ് 1 ഈ കോസ് 2tക്ക് പകരം എഴുതിയതാണ്. ഇൻറ്റു 3 കോസ് സ്ക്വയർ ടി സൈൻ ടി പ്ലസ് കോസ് ക്യൂബ് ടി ഇൻറ്റു ഈ സൈൻ 2tക്ക് പകരം എഴുതുന്നു. അത് നമുക്ക് ഒരു പ്രാവശ്യം ഒരുപോലെ എഴുതാൻ പറ്റും. 2 സൈൻ ടി കോസ് ടി. ഇവിടെ കിടന്നോട്ടെ. ഇത് നമ്മുടെ റിസൾട്ടാണ്. ഡിവൈഡഡ് ബൈ ഇനി ഇത് അതുപോലെ അങ്ങ് എഴുതി വെക്കാം. That is 3 sin square t cos t. ഈ cos 2tക്ക് പകരം എന്തെഴുതണം? 1 minus 2 sin square t എഴുതണം. 1 minus 2 sin square t plus sin cube t into sin 2tക്ക് പകരം 2 sin t cos t.
ഓക്കെ, അപ്പൊ ഇനി ഇതിനകത്ത് നിന്ന് നമുക്ക് എന്ത് കോമൺ എടുക്കാൻ പറ്റും? ഇപ്പൊ മുകളിലൊരു സൈൻ ടി കോസ് ടി ഉണ്ട്, അതുപോലെ ഇവിടെയും ഉണ്ട് സൈൻ ടി കോസ് ടി. അപ്പൊ സൈൻ ടി കോസ് ടി നമുക്ക് കോമൺ എടുക്കാം. അതുപോലെ ഇവിടെയും സൈൻ ടി കോസ് ടി ഉണ്ട്, ഈ ടേമിലും ഉണ്ട് സൈൻ ടി കോസ് ടി. അപ്പൊ ഇത് രണ്ട് ന്യൂമറേറ്ററിൽ നിന്നും ഡിനോമിനേറ്ററിൽ നിന്നും സൈൻ ടി കോസ് ടി പുറത്തെടുത്ത് അതങ്ങ് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പൊ നമുക്ക് ബാക്കി വരുന്നത് എന്താന്ന് നോക്കാം. മൈനസ് ഈ ബ്രാക്കറ്റിൽ കിടക്കുന്നതിന് വ്യത്യാസമൊന്നുമില്ല, 2 cos square t minus 1. അതുപോലെ ഈ ഒരു ടേമിൽ നിന്ന് സൈൻ ടി കോസ് ടി ആണ് പോയത്. അപ്പൊ 3 cos t മാത്രമേ അവിടെ ഉള്ളൂ. ശരിയല്ലേ? ഓക്കെ, പ്ലസ് അടുത്ത ടേമിൽ നിന്നും സൈൻ ടി കോസ് ടി കളയണം. ദാറ്റ് ഇസ് 2 cos ക്യൂബ് ടി ഉള്ളൂ. ഓക്കെ, ഡിവൈഡഡ് ബൈ താഴെയുള്ള ഓരോ ടേമിൽ നിന്നും സൈൻ ടി കോസ് ടി കളഞ്ഞാൽ എന്ത് വരും? ഇവിടെ 3 സൈൻ ടി മാത്രമേ ഉള്ളൂ ഇൻറ്റു ആ ബ്രാക്കറ്റിലുള്ളത് 1 minus 2 സൈൻ സ്ക്വയർ ടി. അതുപോലെ ഈ ടേമിൽ നിന്നോ സൈൻ ടി കോസ് ടി കളഞ്ഞാൽ 2 സൈൻ ക്യൂബ് ടി. ഇനി ഇതിനെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തൊക്കെ എഴുതി നോക്കാം. മൾട്ടിപ്ലൈ ചെയ്യാം, അതായത് 3 കോസ് ടി വെച്ച് രണ്ട് ടേമിനെയും മൈനസ് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. 3 കോസ് ടി മൈനസ് ഉണ്ട്, മൈനസ് 3 കോസ് ടി ദാറ്റ് ഇസ് മൈനസ് 3 കോസ് റേസ് ടു 4 കോസ് ക്യൂബ് ആണ്. കോസ് സ്ക്വയറും ഉണ്ട്, ഇവിടെ കോസും ഉണ്ട്. അപ്പൊ നമുക്കിവിടെ കോസ് ക്യൂബ് ടി മൈനസ് ഉണ്ട്, ഈ മൈനസ് -3 കോസ് ടി, പിന്നെ ഈ മൈനസും, ദാറ്റ് ഇസ് പ്ലസ് 3 കോസ് ടി പ്ലസ് 2 കോസ് ക്യൂബ് ടി. അതാണ് ന്യൂമറേറ്ററിൽ വരുന്നത്. ഇനി ഡിനോമിനേറ്ററിൽ എന്താ വരുന്നത്? ഡിനോമിനേറ്ററിൽ വരുന്നത് 3 സൈൻ ടി വെച്ചിട്ട് നമ്മൾ ഗുണിക്കുകയാണ്. 3 സൈൻ ടി മൈനസ് 3 ഇൻറ്റു 2 6 സൈൻ ക്യൂബ് ടി പ്ലസ് 2 സൈൻ ക്യൂബ് ടി. ഓക്കെ, ഇവിടെ നമ്മൾ ഈ ടേം എഴുതിയപ്പോൾ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റി. -2 കോസ് സ്ക്വയർ ടി ഇൻറ്റു 3 കോസ് ടി. അപ്പം ആ 2ഉം 3യും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണമായിരുന്നു. അപ്പൊ ഇവിടെ ഒരു 6 ആണ് വരേണ്ടത്. ഓക്കെ, ഇനി ഇതിനെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത്, അതായത് രണ്ട് ടേം കോസ് ക്യൂബ് ടി ഉണ്ട്, ഇത് -6 കോസ് ക്യൂബ് ടി ഉണ്ട്, പ്ലസ് 2 കോസ് ക്യൂബ് ടി ഉണ്ട്, ദാറ്റ് ഇസ് -4 കോസ് ക്യൂബ് ടി വരും. അതുപോലെ 3 കോസ് ടി ഡിവൈഡഡ് ബൈ താഴത്തെയോ 3 സൈൻ ടി ഒരെണ്ണവേ ഉള്ളൂ, 3 സൈൻ ടി. സൈൻ ക്യൂബ് ടി രണ്ട് ടേം ഉണ്ട്, -6ഉം പ്ലസ് 2, ദാറ്റ് ഇസ് ഓൾസോ -4 കോസ് ക്യൂബ് -4 സൈൻ ക്യൂബ് ടി. അപ്പൊ ഈ മുകളിലും താഴെയും കിടക്കുന്ന ടേംസ് നമുക്ക് പരിചയമുണ്ട്. മുകളിലത് കോസ് 3 തീറ്റയാണ്, താഴത്തത് സൈൻ 3 തീറ്റയാണ്, മുകളിലത്തത് മൈനസ് കോസ് 3 തീറ്റയാണ് അല്ലെ. കോസ് 3 തീറ്റയുടെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് 4 കോസ് ക്യൂബ് ടി -3 കോസ് ടി. അപ്പോൾ കോസ് 3 ടി which is equal to 3 കോസ് ടി. നമുക്കിതിനെ മൈനസ് ചേർത്ത് മൈനസ് പുറത്തെടുത്ത് എഴുതാം. മൈനസ് ഇൻറ്റു 4 കോസ് ക്യൂബ് ടി -3 കോസ് ടി എന്ന് എഴുതാം. അതുപോലെ താഴത്തതിനെ അതുപോലെ എഴുതാം. റിസൾട്ട് നമുക്ക് അറിയാവുന്നതാണ്, 3 സൈൻ ടി -4 സൈൻ ക്യൂബ് ടി. അപ്പൊ മുകളിലത്തെ റിസൾട്ട് എന്ന് പറയുന്നത് മൈനസ് കോസ് 3 ടി ആണ്. അതുപോലെ താഴത്തത് സൈൻ 3 ടിയുടെ റിസൾട്ട് ആണിത്. അപ്പൊ ഇതിനെ ഒന്ന് ഒരുപോലെ എഴുതുമ്പോൾ, ഒരുമിച്ചാക്കി എഴുതുമ്പോൾ മൈനസ് കോട്ട് 3 ടി. അപ്പൊ കോട്ട് 3 ടി പ്രൂവ് ദാറ്റ് ചോദിക്കുകയാണെങ്കിൽ ഈ രീതിയിൽ തന്നെ ചെയ്യണം. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്യണം. അല്ലാതെ വെറുതെ ഡിവൈഡ് ബൈ dx ആണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് ആ മുകളിൽ കണ്ട ആ ഡെറിവേറ്റീവ് സോൾവ് ചെയ്യുന്നതിന് മുമ്പ് ഉള്ള, സിംപ്ലിഫൈ ചെയ്യുന്നതിന് മുമ്പുള്ള സ്റ്റെപ്പ് വരെ എഴുതിയാലും നമുക്ക് ആൻസർ കിട്ടുന്നു. 8th question, find dy by dx if x is equal to cos t plus log tan t by 2. അപ്പൊ നമ്മളിവിടെ ഡെറിവേറ്റീവ് t ആണ്. dx by dt ചെയ്ത് നോക്കാം. dx by dt is equal to a കോൺസ്റ്റന്റ് ആണ്, ബ്രാക്കറ്റിൽ കിടക്കുന്നത് മാത്രം ഡെറിവേറ്റീവ് എടുക്കാം. cos t യുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ടി പ്ലസ് ലോഗ് ടാൻ ടി ബൈ 2. ലോഗ് ടാൻ ടി ബൈ 2, അതായത് ലോഗ് ടിക്ക് പകരമാണ് ടാൻ ടി ബൈ 2 വന്നേക്കുന്നത്. അപ്പൊ 1/x ആണ്. ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് 1/x. ലോഗ് ടാൻ ടി ബൈ 2 ഡെറിവേറ്റീവ് 1/tan t by 2 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് വാട്ട്? ടാൻ ടി ബൈ 2. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എല്ലാം വേണേ ഒരു സ്റ്റെപ്പിലാക്കാം, കുറച്ചുകൂടെ ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ഓരോ സ്റ്റെപ്പായിട്ട് എഴുതുന്നത്. മൈനസ് എ ഇൻറ്റു മൈനസ് സൈൻ ടി പ്ലസ്
1/tan t by 2. ഈ tan t by 2 ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ tan t-യുടേത് sec square t ആണ്. അപ്പോൾ tan t by 2-ൻ്റെത് sec square t by 2 പിന്നെ ഡെറിവേറ്റീവ് ഓഫ് t by 2. ഒരു സ്റ്റെപ്പ് കൂടെ നമുക്ക് എഴുതാം. a ഇൻറ്റു മൈനസ് സൈൻ ടി പ്ലസ് sec square t by 2 by tan t by 2 ഇൻറ്റു d of t by 2 വെച്ചാൽ 1/2 അല്ലേ. t by 2ൻ്റെ ഡെറിവേറ്റീവ് 1/2. ഇനി നമുക്ക് ഈ സീ സ്ക്വയറിനെ അങ്ങ് 1/cos square ആക്കണം. അതുപോലെ ടാനിനെ സൈൻ ബൈ കോസും ആക്കണം. വിച്ച് ഇസ് ഈക്വൽ ടു a ഇൻറ്റു മൈനസ് സൈൻ ടി പ്ലസ് സീ സ്ക്വയറിനെ എന്താക്കണമെന്ന് പറഞ്ഞു 1/cos square t by 2 ആക്കണം. അതുപോലെ ഇവിടെ താഴെ കിടക്കുന്ന ടാൻ t by 2നെ സൈൻ t by 2 ബൈ കോസ് t by 2. അപ്പോൾ ഈ കോസ് t by 2 അങ്ങ് മുകളിൽ പോകും. cos t by 2 ഇൻറ്റു 1/2 which is equal to a into minus sin t plus ഈ ഒരു cos t by 2 അങ്ങ് ക്യാൻസൽ ചെയ്യും അല്ലേ. അപ്പോൾ നമുക്ക് താഴെ വരുന്നത് 2 sin t by 2 cos t by 2. ഒരേ ആംഗിൾ ആണ് t by 2, സൈനും കോസും ഉണ്ട്, കൂടെ ഒരു 2 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന് sin 2 തീറ്റ എന്ന് എഴുതാം. ദാറ്റ് ഈസ് 1/, മുകളിലൊന്നും ആരുമില്ല, 1/sin 2 തീറ്റ. അതായത് 2 ഇൻറ്റു തീറ്റയുടെ വാല്യൂ ഇവിടെ എന്താ, ഇവിടെ t by 2 ആണ്. അപ്പോൾ സൈൻ ടിയുടെ എക്സ്പാൻഷൻ ആണ് ഈ കിടക്കുന്നത്, 2 sin t cos t. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ എഴുതാം, ഇവിടെ സൈൻ ടി എന്ന് നമുക്ക് എഴുതാം. ഇനി ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് ഇവിടെ ഒരു 1 ഉണ്ട്, അതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി വയ്ക്കാം. ഇറ്റ് ഈസ് ഈക്വൽ ടു a ഇൻറ്റു മൈനസ് സൈൻ സ്ക്വയർ ടി അല്ലെ. സൈൻ ടി ഇൻറ്റു സൈൻ ടി is സൈൻ സ്ക്വയർ ടി പ്ലസ് 1 ഇൻറ്റു 1 is 1 ഡിവൈഡഡ് ബൈ സൈൻ ടി. അപ്പോൾ മുകളിൽ 1 മൈനസ് സൈൻ സ്ക്വയർ ടി അല്ലേ. 1 മൈനസ് സൈൻ സ്ക്വയർ ടിയുടെ ആൻസർ എത്ര, കോസ് സ്ക്വയർ ടി. a ഇൻറ്റു കോസ് സ്ക്വയർ ടി ബൈ സൈൻ ടി. അതാണ് നമുക്ക് ഡി എക്സ് ബൈ ഡി ടി കിട്ടിയത്. അതവിടെ നിൽക്കട്ടെ. ഇനി ഡി വൈ ബൈ ഡി ടി എഴുതി നോക്കാം. ഡി വൈ ബൈ ഡി ടി. ഡി വൈ ബൈ വൈയുടെ വാല്യൂ എന്താ, എ സൈൻ ടി ആണ്. എ സൈൻ ടി ആണ് വൈയുടെ വാല്യൂ ആയിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ ഡി വൈ ബൈ ഡി ടി നോക്കുമ്പം എ കോൺസ്റ്റന്റ്, എ ഇൻറ്റു സൈൻ ടിയുടെ വാല്യൂ കോസ് ടി, എ കോസ് ടി ആണ് വരുന്നത്. പിന്നെ ഡി വൈ ബൈ ഡി എക്സ് എഴുതാം. ദാറ്റ് ഈസ് ഡി വൈ ബൈ ഡി ടി ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി ടി വിച്ച് ഇസ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി ടി ഇസ് എ കോസ് ടി ഡിവൈഡഡ് ബൈ എ കോസ് സ്ക്വയർ ടി ഇൻറ്റു, അതായത് താഴെ സൈൻ ടി വരും, അതങ്ങ് മുകളിൽ പോകും, മുകളിൽ സൈൻ ടി അല്ലേ. ഒരു എയും ക്യാൻസൽ ചെയ്ത് പോകും, കോസും ഒരു കോസും ക്യാൻസൽ ചെയ്ത് പോകും, സൈൻ ടി ബൈ കോസ് ടി വരും. ദാറ്റ് ഈസ് ടാൻ ടി ഈസ് ദ റിക്വയർഡ് ആൻസർ. ഇവിടെ തീറ്റയാണ് വേരിയബിൾ. നമുക്ക് ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം. എ ഇൻറ്റു എക്സ്, അതായത് എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു കോസ് തീറ്റ പ്ലസ് തീറ്റ സൈൻ തീറ്റ. അപ്പോൾ ഡി എക്സ് ബൈ ഡി തീറ്റ ആദ്യം ചെയ്യണം. ഡി എക്സ് ബൈ ഡി തീറ്റ ചെയ്യാം. എ കോൺസ്റ്റന്റ് ആണ്. ഇനി ബ്രാക്കറ്റിനകത്ത് കിടക്കുന്ന വാല്യൂസിന് ഡെറിവേറ്റീവ് ഓരോന്നോരോന്നായിട്ട് എടുക്കാം. കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ തീറ്റ പ്ലസ് തീറ്റ സൈൻ തീറ്റ. അപ്പോൾ ഇവിടെ നോക്കുമ്പം രണ്ട് ഫംഗ്ഷനാണ്. തീറ്റ വെച്ചാണ് നമ്മൾ ഡെറിവേറ്റീവ് എടുക്കാൻ പോകുന്നത്. തീറ്റ ഒരു ഫംഗ്ഷൻ, സൈൻ തീറ്റ വേറൊരു ഫംഗ്ഷൻ. നമ്മൾ എക്സ് വെച്ചിട്ടാണ് ഡെറിവേറ്റീവ് എടുക്കുന്നതെങ്കിൽ എക്സ് സൈൻ എക്സ് എന്ന് പറയുന്ന കണക്ക് ഒരു ഫംഗ്ഷനാണ് ഈ കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് പ്രോഡക്റ്റ് റൂൾ ഉപയോഗിച്ച് വേണം നമുക്ക് ചെയ്യാൻ. അപ്പോൾ പ്രോഡക്റ്റ് റൂൾ ഉപയോഗിച്ച് ചെയ്യാം. തീറ്റ ഇൻറ്റു അല്ലെ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്. ഇവിടെ ഒരു പ്ലസ് കിടക്കുന്നതുകൊണ്ട് ഈ ബ്രാക്കറ്റ് ഇങ്ങനെ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ബ്രാക്കറ്റ് കൊടുത്താലും പ്രശ്നമില്ല. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു സൈൻ തീറ്റയുടെ ഡെറിവേറ്റീവ് കോസ് തീറ്റ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ സൈൻ തീറ്റ ഇൻറ്റു തീറ്റയുടെ ഡെറിവേറ്റീവ് 1, ദാറ്റ് ഈസ് സൈൻ തീറ്റ ഇൻറ്റു 1. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് മാത്രം പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുക, നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ ഈ മൈനസ് സൈൻ തീറ്റയും ഒരു പ്ലസ് സൈൻ തീറ്റയും കൂടെ അങ്ങ് ക്യാൻസൽ ചെയ്ത് പോയി. ആൻസർ ഈസ് എ ഇൻറ്റു തീറ്റ കോസ് തീറ്റ. അപ്പോൾ ഇതാണ് ഡി എക്സ് ബൈ ഡി തീറ്റയുടെ ആൻസർ. ഇനി ഡി വൈ ബൈ ഡി തീറ്റ കണ്ടുപിടിക്കണം. എ ഇൻറ്റു സൈൻ തീറ്റയുടെ ഡെറിവേറ്റീവ് കോസ് തീറ്റ മൈനസ്, ഇനി പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ആണ്. തീറ്റ കോസ് തീറ്റ, ഇവിടെ മൈനസ് കിടക്കുന്നത് കൊണ്ട് നമുക്കൊരു ചെറിയ ബ്രാക്കറ്റ് കൊടുക്കാം. ഫസ്റ്റ് ഫംഗ്ഷൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ ഡെറിവേറ്റീവ് മൈനസ് സൈൻ തീറ്റ, അവിടെ ഒരു മൈനസ് ഉണ്ട്, ചെറിയൊരു ബ്രാക്കറ്റ്.
minus sin theta, theta into minus sin theta plus second function cos theta into derivative of first theta derivative 1. അപ്പോൾ നമുക്ക് ഇവിടെ ആ അകത്ത് ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് എഴുതാം. ദാറ്റ് ഇസ് കോസ് തീറ്റ മൈനസ് ഇൻറ്റു മൈനസ് ദാറ്റ് ഇസ് പ്ലസ് തീറ്റ സൈൻ തീറ്റ മൈനസ് ഇൻറ്റു പ്ലസ് ദാറ്റ് ഇസ് മൈനസ് ദാറ്റ് ഇസ് കോസ് തീറ്റ. അപ്പോൾ ഈ കോസ് തീറ്റയും ഈ മൈനസ് കോസ് തീറ്റയുടെ ക്യാൻസൽ ചെയ്ത് പോകും. ആൻസർ ഈസ് എ തീറ്റ സൈൻ തീറ്റ. ഇനി ഡി വൈ ബൈ ഡി എക്സിന്റെ ഇക്വേഷൻ എഴുതാം. ഡി വൈ ബൈ ഡി തീറ്റ the whole divided by dx by d theta which is equal to a theta sin theta ആണ്. a theta sin theta divided by a theta cos theta. sin by cos tan theta. Exercise 5.6 last question. x is equal to root a raised to sin inverse t and y is equal to root cos inverse t. Then show that dy by dx is equal to minus y by x. Minus y by x എന്ന് വെച്ചാൽ y ഉം x ഉം ഈ തന്നിരിക്കുന്നത് മൈനസ് y by x ആണ് പ്രൂവ് ചെയ്യണം. അപ്പം നമ്മളിവിടെ റേസ് ടു പവറായിട്ട് ഫംഗ്ഷൻ വന്നിരിക്കുകയാണ്. പവറായിട്ട് ഫംഗ്ഷൻ വരുമ്പോൾ നമ്മൾ ലോഗരിതമിക് ഡിഫറൻസിയേഷൻ ഉപയോഗിച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി എളുപ്പം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് 1 by 1 ആയിട്ട് പതുക്കെ ചെയ്ത് നോക്കാം. dx by dt ചെയ്യാൻ പറ്റുള്ളൂ. dx by dt is equal to root of something ഫംഗ്ഷൻ, ഒരു റൂട്ടിനകത്തൊരു ഫംഗ്ഷൻ വന്നാൽ റൂട്ട് എക്സ് വന്നാൽ നമ്മൾ അതിന്റെ ഡെറിവേറ്റീവ് എടുക്കുന്നത് 1/2 റൂട്ട് എക്സ് ആണ്. ദാറ്റ് ഈസ് 1/2 റൂട്ട് എ റേസ് ടു സൈൻ ഇൻവേഴ്സ് ടി. ഓക്കെ, ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദാറ്റ് അല്ലെ, എ റേസ് ടു സൈൻ ഇൻവേഴ്സ് ടി. പിന്നെ ഈ ഡെറിവേറ്റീവ്, അതായത് ഡെറിവേറ്റീവ് ഓഫ് എ റേസ് ടു സൈൻ ഇൻവേഴ്സ് ടി നമ്മളൊന്ന് പ്രത്യേകം ചെയ്ത് നോക്കാം. അതാണ് ലോഗരിതമിക് ഉപയോഗിക്കുന്നത്. ലെറ്റ് യു ഇസ് ഈക്വൽ ടു a raised to sin inverse t. ഈ പവർ ആയിട്ട് ഫംഗ്ഷൻ കിടക്കുകയാണ്, സൈൻ ഇൻവേഴ്സ് ടി കിടക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ലോഗരിതം ഉപയോഗിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഈ ഫംഗ്ഷനെ യു ആയിട്ട് എടുത്തു. ഇനി ഡി യു കണ്ടുപിടിച്ച് ഇവിടെ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. യു ഇസ് ഈക്വൽ ടു എ റേസ്ഡ് ടു സൈൻ ഇൻവേഴ്സ് ടി ടേക്കിംഗ് log in both sides. log u is equal to പവർ ഇൻറ്റു സൈൻ ഇൻവേഴ്സ് ടി ഇൻറ്റു log a. ഇനി ഡെറിവേറ്റീവ് എടുക്കാം. log a എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. 1/u du by dx, dx അല്ല dt, du by dt. du എന്ന് മാത്രം ഇട്ടാലും മതി. ടി വെച്ചിട്ടാണ് ഡെറിവേറ്റീവ് എടുക്കുന്നത്. log a എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അത് ഇൻറ്റു സൈൻ ഇൻവേഴ്സ് ടിയുടെ ഡെറിവേറ്റീവ് 1/√1 മൈനസ് ടി സ്ക്വയർ. അപ്പൊ നമുക്ക് ഇതിനകത്തുനിന്ന് du മാത്രം എഴുതാം. du is equal to u ഇൻറ്റു u എന്ന് പറഞ്ഞ് നമ്മൾ എടുത്തത് a raised to സൈൻ ഇൻവേഴ്സ് ടി ആണ്. a raised to സൈൻ ഇൻവേഴ്സ് ടി ഇൻറ്റു log a ഇൻറ്റു 1 by, അതായത് ഡിവൈഡ് ബൈ 1 മൈനസ് ടി സ്ക്വയർ. അപ്പോൾ a ഇൻറ്റു a റേസ് ടു സൈൻ ഇൻവേഴ്സ് ടി ഇൻറ്റു ദിസ് ഫംഗ്ഷനാണ് നമുക്ക് ഡി യു എന്ന് കിട്ടിയത്. ഇതെടുത്ത് എവിടെ കൊടുക്കാം? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം നമുക്ക് വേണ്ടത് dx by dt ആണ്. dx by dt is equal to dx by dt എന്ന് പറയുന്നത് 1/2 റൂട്ട് a റേസ് ടു സൈൻ ഇൻവേഴ്സ് ടി ഇൻറ്റു d of a raised to, അതാണ് പകരമാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്, a raised to sin inverse t into log a by root of 1 minus t square. അപ്പൊ ഇവിടെ ഒരു കാര്യം ചെയ്യാന്ന് വെച്ചാൽ a raised to sin inverse t by അതിന്റെ തന്നെ റൂട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്തിരുന്നു. അപ്പൊ ഒരു നമ്പറിനെ അതിന്റെ തന്നെ റൂട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് വരും? ആ റൂട്ട് 3 വരും അല്ലെ. റൂട്ട് 3 ഇൻറ്റു റൂട്ട് 3 ആണ് 3. അപ്പൊ അതുപോലെ തന്നെ എ റേസ് ടു സൈൻ ഇൻവേഴ്സ് ടിയെ അതിന്റെ റൂട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് വരുന്ന ആൻസർ ആയിട്ട് നമുക്ക് എഴുതാം ഇസ് ഈക്വൽ ടു റൂട്ട് എ റേസ് ടു സൈൻ ഇൻവേഴ്സ് ടി മുകളിൽ എഴുതാം ഇൻറ്റു ലോഗ് എ ഡിവൈഡഡ് ബൈ 2 റൂട്ട് 1 മൈനസ് ടി സ്ക്വയർ. അപ്പൊ ഇതാണ് dx by dt കിട്ടിയത്. ഇതേപോലെ തന്നെ നമുക്ക് dy by dt യും കണ്ടുപിടിക്കാം. dy by dt yയുടെ വാല്യൂ എന്താ തന്നേക്കുന്നത്? a raised to cos inverse t ആണ്. റൂട്ടിനകത്ത് a raised to cos inverse t ആണ് yയുടെ വാല്യൂ തന്നിരിക്കുന്നത്. ഇതേപോലെ dy by dt ചെയ്യുമ്പോൾ 1/2 റൂട്ട് a raised to cos inverse t into ഡെറിവേറ്റീവ് ഓഫ് a raised to cos inverse t. ഇനി നമുക്ക് ഇതിനെ v എന്ന് കൊടുക്കാം. ലെറ്റ് v is equal to
let v is equal to a raised to cos inverse t dv കണ്ടുപിടിച്ചിട്ട് ഇതിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ടേക്കിംഗ് ലോഗരിതം log v is equal to cos inverse t into log a. Taking derivative on both sides 1 by v dv equal to log a എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് cos inverse t ഡെറിവേറ്റീവ് minus 1 by root of 1 minus t square. പിന്നെ dv മാത്രം ഇവിടുന്ന് എഴുതാം. dv equal to v into v എന്ന് പറഞ്ഞാൽ a raised to cos inverse t into minus log a by root 1 minus t square. ഇവിടെ ഇൻഡു ആയതുകൊണ്ട് നമുക്ക് ഈ മൈനസിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകാം. എന്തായാലും ഇവിടെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ ഒരു ഡി വി എന്ന് പറഞ്ഞ സംഭവം എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ ഡി വൈ ബൈ ഡി ടി എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് ഡി വൈ ബൈ ഡി ടി is equal to 1 by 2 root a raised to cos inverse t into a raised to cos inverse t. ആ മൈനസ് നമുക്ക് ഫ്രണ്ടിലോട്ട് എടുക്കാം. ഈ മൈനസ് into log a by root 1 minus t square. ഇവിടെ ഈ നേരത്തെ ചെയ്ത കണക്ക് a raised to cos inverse t by root a raised to cos inverse t. അതിനെ നമുക്ക് ഒറ്റ റൂട്ടിൽ എഴുതാം. മൈനസ് root a raised to cos inverse t into log a by 2 root 1 minus t square. ഇത്രയാണ് dy by dt കിട്ടിയത്. നമുക്ക് വേണ്ടത് dy by dx ആണ്. നമ്മുടെ ഇക്വേഷൻ എഴുതാം. dy by dx ന്റെ മൈനസ് ഇല്ല, dy by dt the whole divided by dx by dt. dy by dt എന്താ? മൈനസ് root a raised to cos inverse t into log a by 2 root 1 minus t square ആണ് dy by dt. The whole divided by dx by dt. dx by dt ചെയ്തത് root a raised to sin inverse t into log a by 2 root 1 minus t square. ഇവിടെ നമുക്ക് കുറെ കാര്യങ്ങൾ ക്യാൻസൽ ചെയ്ത് പോകും. log a പോകും, 2 പോകും, 1 minus t square 1 root of 1 minus t square പോകും. ബാക്കി വരുന്നത് minus root a raised to cos inverse t divided by root a raised to sin inverse t. അപ്പൊ ഇതിനകത്ത് ഇതെന്ന് പറയുന്നത് എന്താണ്? മൈനസ് y ആണ് അല്ലെ. മൈനസ് y ബൈ താഴെയുള്ളത് x. minus y by x ആണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരുന്നത്. That is, we can prove that dy by dx is equal to minus y by x.